Boche Gold and Diamonds. Buy now, pay later. പട്ടാമ്പി കോളേജ് ഷൊർണൂർ റോഡ് ബൈപ്പാസ് ഇനി മുതൽ NCC റോഡ് എന്നറിയപ്പെടും. 1966-ൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പാതയാണ് ഇപ്പോൾ ബൈപ്പാസ് റോഡായി വികസിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റോഡ് നിർമ്മാണത്തിൽ പങ്കെടുത്തവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് NCC റോഡെന്ന് നാമകരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി പ്രഖ്യാപനം നടത്തി. ഈ റോഡിനെ ഒരു NCC റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന് അത് കൗൺസിൽ പാസാക്കി ഇന്ന് അതിന്റെ നാമകരണം ചെയ്യുകയാണ്. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിലെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്റ്റോപ്പിനെയും ഷൊർണൂർ റോഡിലെ കോളേജ് സ്റ്റോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. ഇനി മുതൽ NCC റോഡ് എന്നാണ് അറിയപ്പെടുക. 1966-ൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് NCC കേഡറ്റുകളാണ് ഇടവഴിയായിരുന്ന ഇതിനെ റോഡാക്കി മാറ്റിയത്. അന്ന് റോഡ് വെട്ടുന്നതിൽ പങ്കാളികളായ കോളേജിലെ NCC കേഡറ്റുകളും അലുമിനി അംഗങ്ങളും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇതിന് NCC റോഡ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ വീതിയൊക്കെ വന്നത് ഒരു 10-12 വർഷം CP മുഹമ്മദിന്റെ ഭരണകാലത്താണ് ഇത് റോഡായി കോൺക്രീറ്റ് ചെയ്ത് വാഹന ഗതാഗതം സൗകര്യമായത്. അക്കാലത്ത് NCCയുടെ ശ്രമത്തിലാണ് അത് തുടങ്ങിയത് എന്നതിൻ്റെ മുൻപ് പറഞ്ഞാൽ പറയണ്ടായി. അന്ന് ഞങ്ങൾക്ക് ഭക്ഷണമില്ല വേണ്ടത്ര, അന്ന് വെളിച്ചമില്ല, പകൽ ക്ലാസ്സും വൈകുന്നേരം 4 മണിക്ക് ശേഷം 8 മണി 9 മണി വരെ ഓടച്ചൂട്ടിൻ്റെയും അതേ ചൂട്ട് വെളിച്ചത്തിൻ്റെയും പെട്രോമാക്സിൻ്റെയും കമ്പിറാന്തലിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണ് ഈ റോഡ് ഒരു 4-5 ദിവസം രാത്രിയെങ്കിലും പണിയെടുത്തിരിക്കുന്നത്. പാലക്കാട് ഷൊർണൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ റോഡ് ഏറെ പ്രയോജനകരമാണ്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ അധികം ചുറ്റി മറ്റൊരു ബസ് കയറി വേണം വിദ്യാർത്ഥികൾ കോളേജിലെത്താൻ. പഠന സമയം കഴിഞ്ഞ് രാത്രിയിൽ പെട്രോമാക്സിന്റെയും മണ്ണെണ്ണ വിളക്കിന്റെയും ചൂട്ടിന്റെയും ഒക്കെ വെളിച്ചത്തിലാണ് വിദ്യാർത്ഥികളും അന്നത്തെ NCC യൂണിറ്റിന് ചുക്കാൻ പിടിച്ച അധ്യാപകരും ചേർന്ന് പാത വെട്ടിയത്. അപ്പോൾ ഇതിലെ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഞങ്ങളുടെ അത്യധ്വാനത്തിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ 4 രാത്രികൾ പെട്രോമാക്സും ഓടക്കുറ്റി മണ്ണെണ്ണ നിറച്ചിട്ടുള്ള വിളക്കുകൾ ആണ് ഇതിന് നമ്മൾക്ക് പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പകല് പണിയാൻ പാകമില്ലാത്തതുകൊണ്ട് രാത്രി കുട്ടികളുടെ സർവീസാണ് നമ്മൾ ഉപയോഗിച്ചത്. അങ്ങനെ 1966-ൽ NCC കേഡറ്റ്സും ഇവിടുത്തെ ഓഫീസറും ഇവിടുത്തെ പ്രിൻസിപ്പലും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇതിനെ നടക്കാവുന്നൊരു വഴിയാക്കിയിട്ട് ഒരു 6 അടി വീതിയുള്ള ഒരു റോഡാക്കിയിട്ട് ഞങ്ങൾ അന്ന് മാറ്റണ്ടായി. ആദ്യം നടക്കുവാനുള്ള പാതയും പിന്നീട് 1.5 പതിറ്റാണ്ട് കൊണ്ട് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് റോഡും യാഥാർത്ഥ്യമായി. ഇപ്പോൾ റോഡ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോഴും മറ്റും ഇത് ഒരു ബൈപ്പാസായും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി അധ്യക്ഷയായി. വൈസ് ചെയർമാൻ TP ഷാജി, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിജയകുമാർ, KT റുക്കിയ, കൗൺസിലർ KT രസ്ന, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജലക്ഷ്മി, അലുമിനി പ്രസിഡന്റ് CV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.